ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്താ വിശേഷം? അതാ പുറത്തേക്ക് നോക്കാൻ പറ്റില്ല കേട്ടോ, നല്ല മഴയാണ്, എല്ലായിടത്തും നല്ല മഴയാണ്. അതേപോലെ തന്നെ നല്ല മഴയാട്ടോ ഇവിടെയും. രാവിലെ എണീറ്റ് ഓരോ പരിപാടികൾ ഞാൻ തുടങ്ങിയിട്ട് അതാ കുക്കറിൽ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ വിചാരിച്ചു രാവിലത്തെ പത്തിരിയുടെയും ഗ്രീൻ പീസിൻ്റെ വീഡിയോ ഒക്കെ അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അന്നേരം നമുക്ക് വേഗം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. പത്തിരിയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. എന്നാലും അന്ന് ഉണ്ടാക്കിയ പോലെയല്ല, ഇന്ന് വേറൊരു ടൈപ്പ് പത്തിരിയാണ്. അന്നേരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വേണ്ട ആവശ്യമുള്ള വെള്ളം അതിലേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിനി തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ആവശ്യമുള്ള തേങ്ങ, ഒരു 3-4 ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, ചെറിയ ജീരകം, പച്ചമുളക്, കരിവേപ്പില. പച്ചമുളക് ഇടുന്ന സമയത്ത് കറി ഇല്ലെങ്കിലും നമുക്ക് പത്തിരി കഴിക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ഇടുന്ന സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റാണ്, ഞാൻ അതുകൊണ്ട് ഇട്ട്. ഇതിനി നമുക്കൊന്ന് ചതച്ചെടുക്കാം. നല്ലോണം ചതച്ചെടുത്തത് ഞാൻ ഈ വെള്ളത്തിലേക്ക് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം വെള്ളത്തിൽ കിടന്ന് നല്ലോണം തിളച്ച് വരട്ടെ. ഇതിനു മുമ്പ് പത്തിരിയുടെ വീഡിയോ ഇട്ട സമയത്ത് പത്തിരിയും പുട്ടുപൊടിയും കൂടിയാണ് കേട്ടോ. ഇന്ന് പത്തിരിയും പുട്ടുപൊടിയും കൂടിയല്ല, കുറച്ച് പത്തിരിയും കുറച്ച് റവയും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത്. അതിന് തിളച്ച് വന്ന ശേഷം ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് വാട്ടി കുഴച്ചെടുക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് പൊടിയായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് വാട്ടി കുഴച്ചെടുക്കാം. നമ്മുടെ പത്തിരി ഉണ്ടാക്കാനുള്ള ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഒന്ന് ചെറിയ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം, എന്നാലാണ് നല്ല ഭൂരി പൊള്ളച്ച് വരുന്നതിൽ വരുള്ളൂ കേട്ടോ. ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് അടപ്പ് വെച്ച് അടച്ച് റെസ്റ്റിൽ വെക്കാം. അതിന് ശേഷം കൈ അതിലിടാം, ഇല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ വെന്ത് പോകും കേട്ടോ. ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ചൂടുണ്ടെന്നുണ്ട്, ആവി പറക്കുന്നുണ്ട്, കൈയൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊള്ളുകയൊക്കെ ചെയ്യും. പക്ഷെ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കണമെങ്കിൽ കുറച്ച് പൊള്ളുകയൊക്കെ ചെയ്യും കേട്ടോ. ഇനി നമുക്കൊന്നും കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ കറക്റ്റ് പാകത്തിന് ഇതാ ഉണ്ടയൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഉണ്ട ഇത്ര വലുതാക്കിയത്, കുറച്ച് കട്ടി വേണം, അതുകൊണ്ടാണ് ഈ വലുപ്പത്തിലാക്കിയത്. ഇനി പ്രസ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ടാൽ മതി. ഗ്രീൻ പീസ് ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഗ്രീൻ പീസ് കറി അങ്ങ് ആക്കിയ ശേഷം നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പൊട്ടി വന്ന ശേഷം അതിലേക്ക് സവോള, കരിവേപ്പില, വെളുത്തുള്ളി നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഉള്ളി വാടാനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് തേങ്ങ അരച്ച കറിയല്ല കേട്ടോ, നമ്മുടെ പൊടികളൊക്കെ ഇട്ടിട്ടുള്ള മസാലക്കറിയാണ്. അന്നേരം ഗ്രീൻ പീസ് നല്ലോണം വെന്ത് വരുന്ന സമയത്ത് തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഉള്ള മസാലക്കറി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് നല്ലോണം വഴറ്റി വരട്ടെ. വഴണ്ടി വന്ന സമയത്ത് ഇതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ചിക്കൻ മസാല മിക്സ് ആക്കുന്നവർക്ക് ചിക്കൻ മസാല ഇടാം. ഞാൻ പിന്നെ നല്ല ടേസ്റ്റോട് കൂടിയ ഗരം മസാലയാണ് കേട്ടോ, ഇവിടുന്ന് തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ആ ഗരം മസാല ചേർത്ത് കൊടുത്തോണ്ട് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നില്ല. ഇനി പൊടിയുള്ള പച്ചമണം മാറുന്നവരെ നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസൊക്കെ ഇതാ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് വരട്ടെ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ഗ്രീൻ പീസ് മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പത്തിരിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ല പുറമേ നല്ല മൊരിഞ്ഞത്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കഴിക്കാൻ പോവാം. പത്തിരി ഗ്രീൻ പീസ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. എല്ലാവരും ചായയുടെയൊക്കെ ചായയോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ് പണി കേട്ടോ. പാത്രം വെച്ച് കഴിക്കൽ തിന്നുന്നതല്ല പണി. ഈ പാത്രം കുറേ ആകുമ്പോൾ തേച്ച് കഴുകി വെക്കലാണ് ഒരു പണി. ഇനി പാത്രം തേച്ച് കഴുകി വെച്ച് ഒന്ന് അടിച്ചു വാരണം, തുടയ്ക്കണം, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കലത്തെ പരിപാടിയൊക്കെ. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ചോറും വെക്കണം, ഒരു ഉപ്പേരിയും കൂടി വെച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ മീൻകറി ഇരിപ്പുണ്ട്. അന്നേരം ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കാം. അന്നേരം വേഗം പാത്രം തേച്ച് കഴുകി എടുക്കട്ടെ. ചോറ് വെച്ചിട്ടോ, എന്നും അടുപ്പത്ത് ചോറ് വെക്കുന്നില്ല. അന്നേരം ഞാൻ വിചാരിച്ചു ഇന്ന് എളുപ്പത്തിൽ കുക്കറിലാണ് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചക്കായ ഉണ്ട് കേട്ടോ. അന്നേരം ഞാൻ വിചാരിച്ചു ഇത് ഉപ്പേരി വെക്കാമെന്ന്. ഇതിൻ്റെ ചെറുതായിട്ട് തോല് കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് തോല് മാത്രം കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇത് ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്ക് കഴുകി വാരി നമുക്ക് ഉപ്പേരി വെക്കാം. ഞാൻ കട്ട് ചെയ്തത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ചതച്ചതുണ്ട്, ഒരു 3-4 കാന്താരി നമുക്കിനി ഉണ്ടാക്കാം കേട്ടോ. ഇതാ കടുക് പൊട്ടാനിട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചതും സവോളയും കാന്താരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ വേണമെങ്കിൽ ഒതുക്കിയും കൂടി ഇടാം കേട്ടോ. ഇങ്ങനെ മിക്സിയിൽ ജീരകവും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടാം. എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിലാണ് ചെയ്തെടുക്കുന്നത്. പൊടികളായിട്ട് കുറച്ച് ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രമാണ് ചേർത്തോട്ടെ. ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. വെച്ച് പച്ചക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുത്ത് ഇത് വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പച്ചക്കായ ആയതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അടപ്പ് വെച്ച് അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. ചോറ് ഇതാ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വൈറ്റിൻ്റെ ചോറാണേ. ഒറ്റൊരു വിസിലടിച്ചാൽ മതി. വിസിലടിച്ചിട്ട് നമ്മൾ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ആ സ്റ്റീം പോയി കഴിഞ്ഞാൽ ഊറ്റി കഴിഞ്ഞാൽ നല്ല കറക്റ്റ് നല്ല കലത്തിൽ വെക്കുന്ന പോലെ തന്നെ ചോറ് കിട്ടും കേട്ടോ. ഇതിനി നമുക്കൊന്ന് ഊറ്റി വെക്കാം. നമ്മുടെ പച്ചക്കായ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറ് കഴിക്കാം.
ചൂട് ചോറിൻ്റെ മുകളിലേക്ക് 2 മത്തി കഷ്ണവും കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇതാ നമ്മുടെ പച്ചക്കായ ഉപ്പേരി, അച്ചാറ്, വേറൊന്നുമില്ല കേട്ടോ. ഇത് തന്നെ ധാരാളം കേട്ടോ ചോറ് കഴിക്കാൻ. പിന്നെ ഇതാ നല്ല ചൂട് കഞ്ഞിവെള്ളം കൂടി ഉണ്ട് കേട്ടോ. അന്നേരം എല്ലാവരുടെ വീട്ടിൽ എന്താ ഫുഡ് എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ.